ഒരു നാരങ്ങ അച്ചാറാണ്. നാരങ്ങ ഈന്തപ്പഴം കൂടെയുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അടിപൊളി ടേസ്റ്റായുള്ള മധുരിക്കും അച്ചാർ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നല്ലെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഈന്തപ്പഴം, ചെറുനാരങ്ങ, വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഇഞ്ചി രണ്ടും കൂടി ഇട്ടോ. രണ്ട് സ്പൂണാണ്. 2 സ്പൂൺ ഇഞ്ചി, 2 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാട്ടണത്. നല്ലെണ്ണ തന്നെ വേണം. നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു, കടുകിട്ടു, വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. നല്ല മൂക്കട്ടെ. അപാര ടേസ്റ്റായ ഒരു കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഈന്തപ്പഴം നാരങ്ങ അച്ചാർ. ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളിയും ഇഞ്ചിയും. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരു പിടി കറിവേപ്പില ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 സ്പൂണ് മുളക് പൊടി, 4-5 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ഇടാം, എരിവ് കമ്മിയാണെങ്കിൽ. പിന്നെ ഒരു 2-3 സ്പൂണ് 4 സ്പൂണോളം അച്ചാർ പൊടി നടന്നു, അതും ഇട്ടു. അച്ചാർ പൊടി ഇട്ടു എല്ലാം മൂത്ത് മണമാകുമ്പോൾ നമുക്ക് നമ്മുടെ നാരങ്ങേനെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചാണ്. 1 കിലോ നാരങ്ങയുണ്ട്. അരിഞ്ഞ് ഉപ്പ് 1.25 കിലോ ഉണ്ട്. അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചാണ് ഇന്ന് ഉണ്ടാക്കണത്. കുറച്ചും കൂടി ഞാൻ ഉപ്പ് ഇടണ്ടെങ്കിൽ ഉപ്പ് പോരാ തോന്നിയപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഇടുന്നുണ്ട്. നോക്കിയിട്ട് നമുക്ക് വീണ്ടും കൂട്ടാം. നല്ല നമുക്കത് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കിലോ ഈന്തപ്പഴം തൊലിയല്ല കുരു കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് നുറുക്കിയല്ല പിച്ചി വെച്ചതാണ്. കുരു കളഞ്ഞിട്ട് പിന്നെ 1 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് സുർക്ക, രണ്ടും കൂടെ നല്ല തിളപ്പിക്കുക. ആ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തതിൽ സുറുക്കി വെള്ളം കൂടെ നല്ല തിളപ്പിച്ച് വെച്ച ആ വെള്ളമാണ് ഞാൻ അതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല നമുക്ക് ഇറക്കി കൊടുക്കാം. ഈന്തപ്പഴവും നാരങ്ങയും വെള്ളവും ഒക്കെ പറഞ്ഞ് നല്ല മിക്സായിട്ട് സെറ്റായിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് നല്ല ഇളക്കി തിളപ്പിച്ച് കൊടുക്കാം. എല്ലാം സെറ്റായിട്ട് വരണം. 4 കഷ്ണമായി അരിഞ്ഞ നാരങ്ങയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കടുക്, ഉലുവ, കായം 3 കൂടി വറുത്ത് പൊടിച്ച് വെച്ചാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അത് 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉലുവ, പിന്നെ ഒരു കട്ടക്കായം, 2-3 പീസ് കട്ടക്കായം കൂടി നല്ല വറുത്ത് പൊടിച്ച് വെച്ച പൊടിയാണ്. അത് ഇട്ട് കൊടുക്കാം മേലാലെ. അത് നല്ല നമുക്ക് ഇളക്കി കൊടുക്കണം. വീഡിയോ എല്ലാവരും ഫുള്ളും കാണണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അച്ചാർ വേണ്ടവർ പറഞ്ഞ് ഉണ്ടാക്കി തരുന്നതാണ്. നല്ലൊന്ന് തിളച്ച് വരട്ടെ, സെറ്റായിട്ട് വരട്ടെ. എല്ലാം തിളച്ചു. നമുക്ക് ഉപ്പും മുളകും എല്ലാം നമുക്ക് നോക്കാം. നോക്കിയിട്ട് വേണ്ടത് ഇടാം. ഒന്നും കുഴപ്പമില്ല. നല്ലൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടെ. അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി മുളക് പൊടിക്ക് പോരാ തോന്നിയപ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 100 ഗ്രാം ശർക്കര വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ശർക്കര ഉരുക്കിയതാണ്, 100 ഗ്രാം ഉണ്ട്. ഉരുക്കി വെച്ച് നല്ല തിളപ്പിച്ച് ഉരുക്കി വെച്ച അത് ഒഴിച്ച് കൊടുത്തു. ശർക്കരേനെ നല്ല നമുക്ക് ഇളക്കി കൊടുക്കാം. സെറ്റായി വരട്ടെ. ഒന്നുകൂടി നല്ല തിളച്ച് സെറ്റായി വരട്ടെ. അച്ചാറുണ്ടാക്കാത്തവർക്ക് അച്ചാറുണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവരും കഴിക്കാൻ പറ്റും. ചോറ് കൊണ്ടുപോകാനും കഞ്ഞിക്കും ചോറിനും എല്ലാത്തിനും പറ്റിയ ഒരു അച്ചാറുകളാണ്. യാതൊരു കെമിക്കൽസും ഇല്ലാത്ത നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ അച്ചാറുകളും.
അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാർ സെറ്റായി വന്നു ഏകദേശം. എല്ലാം ഉപ്പും മുളകും നമുക്കൊക്കെ നോക്കാം. നോക്കിയ ശേഷം നമുക്ക് ഓഫാക്കി കൊടുക്കാം, ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്നു മാത്രം ഉണ്ടെന്ന് അറിയുന്നുണ്ട്, സപ്പോർട്ട് കൂടെ അതും ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ എല്ലാം ഇഷ്ടപ്പെടും. പുളിപ്പും മധുരവും എരിവും എല്ലാം ചേർന്നതാണ്. മുളക് പൊടി പോരാതെ തോന്നിയിട്ട് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി ചില മുളക് എരിവേ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് വീണ്ടും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. നല്ല ഇളക്കി കൊടുക്കുക, സെറ്റായി വരട്ടെ. അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. വീണ്ടും വീണ്ടും പറയണു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നാരങ്ങ അച്ചാർ റെഡി.